ഗുഡ് മോർണിംഗ്, ഗുഡ് ആഫ്റ്റർനൂൺ, ഗുഡ് ഈവനിങ്. നമ്മുടെ അൺഫ്രണ്ട്ലി പോഡ്കാസ്റ്റിലെ എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ 4 പേരില്ല, ഇന്ന് ഞാനും അരുണും മാത്രമേ ഉള്ളൂ. ഞങ്ങൾ പെട്ടെന്ന് ഇങ്ങനെ വിചാരിച്ചു ഒരു വിഷയത്തിനെ പറ്റി സംസാരിക്കാം. പല വിഷയങ്ങൾ നടക്കുന്നുണ്ട്, പക്ഷെ ഇങ്ങനെ ആലോചിച്ച് ഏതായിരിക്കും എടുക്കേണ്ടതെന്ന് പറഞ്ഞ് ഇങ്ങനെ ഇരുന്ന് അവസാനം അരുണും ഞാനും കൂടി ഒരു വിഷയം തീരുമാനിച്ചു. അരുണെ, എന്താണ് വിഷയം? ഇന്ത്യ US ട്രേഡ് ഡീൽ. അപ്പോൾ നമ്മൾ അത് എടുക്കാനുള്ള ഒരു മെയിൻ റീസൺ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ കുറേ വീഡിയോസ് കാണുന്നുണ്ട്, പല ആൾക്കാരും ചെയ്യുന്നുണ്ട്. അതിനകത്ത് പറയുന്നത് ഇന്ത്യ നമ്മളെ തന്നെ നമ്മുടെ കൺട്രിയെ വിറ്റേക്കുന്നു, US വിറ്റു എന്നുള്ള ഒരു ക്വസ്റ്റ്യനാണ് പല വീഡിയോസിലും പല ആൾക്കാരും പറയുന്നത്. അപ്പോൾ അതിൽ എത്രമാത്രം ട്രൂത്ത് ഉണ്ട്, അത് ശരിയാണോ അതോ അത് ചുമ്മാ ഒരു ഹൈപ്പാണോ, റിയാലിറ്റി നമുക്കറിയാൻ ഇൻട്രസ്റ്റ് ഉണ്ട്. അതെ, ആക്ച്വലി ഇത് ഭയങ്കര കൺഫ്യൂസിങ് അല്ലേ? എനിക്ക് തോന്നുന്നു സോഷ്യൽ മീഡിയയിൽ രണ്ട് വശങ്ങളും സംസാരിക്കുന്നു. ഇതിപ്പം എനിക്ക് തോന്നുന്നത് പലരും ഈ അറിയാലോ, നമ്മുടെ യൂട്യൂബിൻ്റെ അൽഗോരിതത്തിന് വേണ്ടിക്ക് കുറേ ക്ലിക്ക് ബൈറ്റ്സും അതിനു വേണ്ടിക്കാണോ ചെയ്യുന്നത്. ചില വീഡിയോസ് മോഡിനെ കളിയാക്കി കൊണ്ട് കാണും, ചിലതിനകത്ത് ട്രംപിനെ അങ്ങ് കളിയാക്കുന്നത്. ഇത് ആക്ച്വലി ഇതിൻ്റെ സത്യാവസ്ഥ ആർക്കും അറിയത്തില്ല. ഇത് ബിഹൈൻഡ് ക്ലോസ് ഡോഴ്സാണ് പലതും നടക്കുന്നത്. പിന്നെ കുറച്ചൊക്കെ ഇൻഫർമേഷൻ അവിടുന്ന് ഇവിടുന്ന് ഇതിൻ്റെ ബാക്ക് നമ്മൾ ഈ നെഗോസിയേഷൻ നമ്മൾ പറയുന്നത് പീയൂഷ് ഗോയലും ഇങ്ങനെ പലരും ഫ്രണ്ടിലിരിക്കും. ഇതിൻ്റെ ബാക്കിൽ ഒരു സെക്കൻഡ് ലൈൻ ടീമുണ്ട്, മനസ്സിലായി, ബ്യൂറോക്രാറ്റ്സ് വിൽ ബി സപ്പോർട്ടിങ്. അതിൻ്റെ ബാക്കിൽ ഒരു തേർഡ് ലൈൻ ഉണ്ട്. ഈ തേർഡ് ലൈനാണ് ഈ ഫുൾ പേപ്പർ വർക്കും ഇതിനകത്തുള്ള പോയിന്റ്സും കുറേ കാര്യങ്ങളൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന ടീമാണ്. ഈ തേർഡ് ലൈനിൽ നിന്നാണ് പൊതുവെ കുറേ ഇൻഫർമേഷനൊക്കെ ലീക്ക് ആവുന്നത്. അത് രണ്ട് വശത്തും, അതിപ്പോൾ നമ്മുടെ പീയൂഷ് ഗോയലിൻ്റെ ടീമിൽ നിന്നാണെന്നോ അതോ അപ്പുറത്തെ മറ്റേ സൈഡിൽ നിന്ന് മാർക്കോ റൂബിയോൻ്റെ ടീമിൽ നിന്നാണോ എന്താണെന്ന് ആർക്കും അറിയത്തില്ല. പക്ഷെ ഇത് അങ്ങോട്ടും ഇങ്ങോട്ട് ടോക്സ് നടന്ന് പല കാര്യങ്ങൾ വിഷയങ്ങൾ നടക്കുന്നുണ്ട്. അപ്പം എനിക്ക് തോന്നുന്നത് ഇറ്റ്സ് ടു ഏർലി ടു സേ, ടു ബി വെരി ഓണസ്റ്റ്. ഇത് ആര് ജയിക്കും ആര് തോൽക്കും എന്നല്ല, ഇത് ആര് അപ്പർ ഹാൻഡ് എടുക്കും എന്നാണ്. അപ്പം ഇന്ത്യ ഇനി റഷ്യൻ ഓയിൽ ബൈ ചെയ്യത്തില്ല എന്നൊക്കെയുള്ള വീരവാദങ്ങളൊക്കെ അടിച്ചു വിടുന്നുണ്ട്. അതിലൊക്കെ ഉണ്ടെന്ന് എനിക്കും തോന്നുന്നില്ല. എൻ്റെ ഒരു കുറച്ച് എൻ്റെ അനാലിസിസിൽ, അതായത് ഡേറ്റ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഡ്രോപ്പ് ഉണ്ട്, ഓയിൽ പർച്ചേസ് നല്ല ഡ്രോപ്പ് ഉണ്ടായിട്ടുണ്ട്. സോ ഇത് ഡ്രോപ്പ് വരുന്ന ഒറ്റയടിക്ക് നമുക്ക് ക്ലോസ് ചെയ്യാൻ പറ്റത്തില്ല. ബിക്കോസ് എന്തെന്ന് പറഞ്ഞാൽ ഇത് ഓരോ ബാക്ക് ഓർഡേഴ്സ് കാണും, മനസ്സിലായി. ഇപ്പോൾ നമ്മളൊരു ഓർഡർ കൊടുത്ത് ആ ഓർഡർ പ്രോസസ്സ് ചെയ്ത് വരുമ്പോൾ ഇത്ര മന്ത്സ് എടുക്കും. അപ്പോൾ കുറച്ച് മാസം മുമ്പുള്ള ഓർഡേഴ്സ്, പെൻഡിങ് ഓർഡേഴ്സ് ഉണ്ട്, അതാണ് ഇപ്പം ബാക്ക്ലോഗായിട്ട് നിന്ന് അതിങ്ങനെ ഇപ്പം പ്രോസസ്സിങ് നടക്കുന്നത്. അപ്പോൾ പെട്ടെന്നൊരു നമുക്ക് കട്ട് ചെയ്യാൻ പറ്റില്ല. കട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മുടെ ഇൻഡസ്ട്രീസിന് വേണ്ടിയിട്ടുള്ള ഓയിൽ, പല കാര്യങ്ങളും നമുക്ക് വേറൊരു ഓപ്ഷൻ ഇല്ല, ഇല്ലേ? അപ്പം എല്ലാം കൂടി ഇപ്പോൾ എന്താ പറയുക, ഇന്ത്യൻ ഓയിൽ, പിന്നെ എനിക്കൊന്ന് നമ്മുടെ റിലയൻസ്, പലർക്കും ഇങ്ങനെ ഷെയർ ആയിട്ട് ഇങ്ങനെ സ്പ്രെഡായി കിടക്കില്ലേ. അപ്പം ഓരോരുത്തർക്കും ഓരോ റെസ്പോൺസിബിലിറ്റി, എത്രമാത്രം ഓയിൽ കൺട്രിക്ക് വേണ്ട ആവശ്യമുള്ളത്. അപ്പം പെട്ടെന്ന് ഇടുപടിന്ന് റഷ്യന്ന് കട്ടാവത്തില്ല, പക്ഷെ ഗ്രാജുവലി ഇറ്റ് വിൽ എൻഡ് അപ്പ് ഇൻ സീറോ. അത് പോസിബിലിറ്റി ഉണ്ട്. അപ്പം മനസ്സിലാക്കുന്നതെന്ന് പറഞ്ഞാൽ വെനിസ്വേലൻ ഓയിൽ ഓഫർ ചെയ്തിട്ടുണ്ടെന്നൊക്കെ പറയുന്നു. ഇത് എത്രമാത്രം ശരിയാണെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. പക്ഷെ ഇന്ത്യക്ക് എങ്ങനെ റഷ്യൻ ഡിപ്പെൻഡൻസി എങ്ങനെ പെട്ടെന്ന് കുറയ്ക്കാനും പറ്റത്തില്ലല്ലോ. ബിക്കോസ് നമ്മൾ ഇത്രയും വർഷമായിട്ട് റഷ്യയാണ് നമ്മുടെ മെയിൻ അലയായിട്ട് നിന്നിട്ടുള്ളത്. അപ്പം എല്ലാ മിലിറ്ററി ആണെങ്കിലും ആ സൈഡിലാണെങ്കിലും അവരുടെ സപ്പോർട്ട് ഉണ്ട്. സോ വി കനോട്ട് ജസ്റ്റ് സിംപ്ലി ടേക്ക് എ കോൾ ലൈക്ക് ഓക്കെ വി ആർ നോട്ട് ഗോയിങ് ടു ബൈ യുവർ ഓയിൽ. കറക്റ്റ്, അതൊരു പോയിന്റ് ആണ്. പക്ഷെ അതൊരു സമയത്ത് സോവിയറ്റ് യൂണിയൻ്റെ സമയം വരെ, അതും കഴിഞ്ഞ് പോസ്റ്റ് സോവിയറ്റ് യൂണിയനും കുറച്ച് നാളുണ്ടായിരുന്നു. പക്ഷെ ഈ കഴിഞ്ഞ കുറേ കൊല്ലങ്ങളായിട്ട് ഓൾമോസ്റ്റ് ലൈക്ക് ശരിക്കും പറഞ്ഞാൽ മോഡിൻ്റെ ഗവൺമെൻറ് വന്നതിന് ശേഷം കാര്യമായിട്ടുള്ള ഡീകപ്ലിംഗ് നടക്കുന്നുണ്ട് റഷ്യയായിട്ട്. നീ ഇപ്പോൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ കാര്യമായിട്ടുള്ള ഒരു വലിയൊരു ഓർഡേഴ്സ് ഒന്നും നമ്മൾ ചെയ്തിട്ടില്ല റഷ്യയായിട്ട്. നേരത്തെ ഉണ്ടായിരുന്ന സുഖോയ് 30 എന്നുള്ളത് അത് നേരത്തെ ഡിസ്കഷൻ ഇരുന്ന ഒരു പ്ലെയിൻ ഇങ്ങനെ പ്രോസസ്സിൽ വന്നു. പിന്നെ ആ S-400 നേരത്തെ ഡിസ്കഷൻ ഇരുന്നിങ്ങനെ കുറേ വർഷങ്ങൾ ഡിലേ ആക്കി എനിക്കൊന്ന് 3 ബാറ്ററീസ് അങ്ങാണ്ട് നമ്മുടെ കയ്യിലുള്ളൂ, 3 ബാറ്ററീസേ ഉള്ളൂ. ഇനി സ്റ്റിൽ 2 or 3 ബാറ്ററീസ് പെൻഡിങ് ആണ്, അത് ഇതുവരെ ഒന്നും ആയിട്ടില്ല. പിന്നെ നമ്മുടെ ഒരുപാട് വേറെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഫൈറ്റേഴ്സ് റഫായലാണ് വാങ്ങിച്ചത്. നമ്മൾ ഒരുപാട് വെസ്റ്റേൺ സിസ്റ്റത്തിലേക്ക് ട്രാൻസിഷൻ ചെയ്തുകൊണ്ടിരിക്കുക. ആ ഡീകപ്ലിംഗ് എന്ന് പറഞ്ഞാൽ പണ്ട് ഓൾമോസ്റ്റ് 80% നമ്മൾ റഷ്യൻ വെപ്പൺസ് ആയിരുന്നു.
ദാറ്റ് ഈസ് എ റിയാലിറ്റി. പക്ഷേ ഇന്ന് അത് കുറഞ്ഞ് 40% വരെ എത്തി. അത് ഇനി നെക്സ്റ്റ് 20% വരെ എത്തിക്കുക എന്നാണ് ഇപ്പോൾ ഉദ്ദേശിക്കുന്നത്. ഇത് എന്തുകൊണ്ട് സംഭവിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ പഴയ കാലത്തെ സോവിയറ്റ് യൂണിയൻ്റെ പോലത്തുള്ള ഇന്നോവേഷൻസ് റഷ്യൻസ് ഡിഫൻസിൽ നടക്കുന്നില്ല. അതാണ് ഏറ്റവും ബിഗ്ഗസ്റ്റ് പ്രോബ്ലം. കട്ടിങ് എഡ്ജ് ആയിട്ടുള്ള ടെക്നോളജി അവരിപ്പം ചെയ്യുന്നില്ല. അത്രയും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഏവിയോണിക്സ് ഇല്ല. ഒരു ഫൈറ്റർ ജെറ്റ് വാങ്ങിച്ചു കഴിഞ്ഞാൽ നമ്മൾ അത് അപ്ഗ്രേഡ് ചെയ്യണമെങ്കിൽ നമ്മൾ വേറെ തേർഡ് പാർട്ടി, അതായത് ഇപ്പം നമ്മുടെ പഴയ ഈ കറൻ്റ്ലി ഇരിക്കുന്ന റഷ്യൻ ഫ്ലീറ്റിലെ പ്ലെയിൻസ് തന്നെ അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റാതെ ഇസ്രായേലി ഡിഫൻസ് എക്സ്പേർട്സാണ് ഇപ്പം വന്നിട്ട് ഏവിയോണിക്സ് എല്ലാം വെസ്റ്റേൺ സിസ്റ്റത്തിലേക്ക് മാറ്റി അപ്ഗ്രേഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതപ്പം ഇന്ത്യൻ ഗവൺമെൻറ് ഭയങ്കര എക്സ്ചക്കറിന് ഭയങ്കര കോസ്റ്റാണ് വരുന്നത്. നമ്മൾ ഇനി അപ്ഗ്രേഡ് ചെയ്യാന്ന് പറയുമ്പോഴത്തേക്കും അത്ര കോടിയാണ് അതിനകത്ത് വരുന്നത്. മനസ്സിലായില്ലേ? സോ നാച്ചുറലി ആ ഒരു ഡിപ്പെൻഡൻസി കുറഞ്ഞു വന്ന് കൂടുതലും വെസ്റ്റേൺ സിസ്റ്റത്തിലേക്ക് ട്രാൻസാക്ഷൻ വരും. അതാണ് കാണുന്നത്. നമ്മൾ ഈ അമേരിക്കയായിട്ടുള്ള എൻഗേജ്മെൻറ്റ് സൂക്ഷിച്ച് ചെയ്യണം. ബിക്കോസ് വി കനോട്ട് ട്രസ്റ്റ് US ബിക്കോസ് അവരുടെ ഇൻട്രസ്റ്റ് അല്ലാതെ ദർ ഇസ് നോ അതർ ഇൻട്രസ്റ്റ് ഫോർ ദം. സി അമേരിക്കൻസിൻ്റെ അറിയാലോ, ദേ ആർ ദ സൂപ്പർ പവർ ഇൻ ദിസ് വേൾഡ്. അവരെ പിണക്കിക്കൊണ്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ദാറ്റ് ഇസ് ദ റിയാലിറ്റി. ആക്ച്വലി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇന്ത്യക്ക് എപ്പോഴും ബെനിഫിറ്റ് കൂടുതൽ എവിടെയാണ്? US-ൻ്റെ കൂടെ ബിസിനസ് ചെയ്യുമ്പോഴാണ്. നമ്മുടെ IT ഇൻഡസ്ട്രി US കാരണമാണ് നിൽക്കുന്നത്. നമ്മുടെ ക്ലയൻസ് റഷ്യൻ കമ്പനീസ് അല്ല ഇവിടെ സെറ്റ് ചെയ്യുന്നത്. മെജോറിറ്റി ഓൾമോസ്റ്റ് ലൈക്ക് 90% യു ക്യാൻ സേ ഇസ് ഓൾ അമേരിക്കൻ ആൻഡ് യൂറോപ്യൻ കമ്പനീസ്. ശരിയാണ്. എത്ര റഷ്യൻ IT കമ്പനീസ് ഇവിടെ ഫോം ചെയ്തിട്ടുണ്ട്? ഇവിടെ നമുക്ക് ബാക്ക് എൻഡ് സപ്പോർട്ട് ഒന്നും, നെയിം വൺ, മേ ബി 1 or 2, ഐ ഡോണ്ട് നോ. എൻ്റെ അറിവിലല്ല. ചൈനീസ് കമ്പനീസ് ഉണ്ടോ? ഇല്ല, ബിക്കോസ് ദേ ദംസെൽസ്. സോ റഷ്യൻസ് ആൻഡ് ചൈനീസ് ആർ ഗുഡ് ഇൻ IT. ദേ ഡോണ്ട് നീഡ് ഇറ്റ്. പിന്നെ നോട്ട് ഓൺലി ഗുഡ് ഇൻ IT, ഇപ്പം ലാംഗ്വേജ് ബാരിയർ പ്രോബ്ലം ആണ്. ലാംഗ്വേജ് ബാരിയർ. പക്ഷെ അമേരിക്കൻസ് ബാഡ് എന്നല്ല അതിനകത്ത് മീൻ ചെയ്യുന്നത്. ഐ തിങ്ക് ദാറ്റ്സ് എ വാലിഡ് പോയിന്റ്. അപ്പോൾ നമ്മൾ ആ ഒരു ആംഗിൾ തിങ്ക് ചെയ്ത് കഴിഞ്ഞാൽ വി ആർ മോർ ഡിപ്പെൻഡന്റ് ഓൺ US ദാൻ ഇൻ ചൈന ഓർ റഷ്യ. നീ തന്നെ യു ആർ ഓൾസോ ഇൻ ദ IT സെക്ടർ. നമ്മൾ എപ്പോഴും പ്രോജക്റ്റ് എവിടെ നിന്നാണ് നോക്കുന്നത്? വെസ്റ്റ് നിന്നാണ്. നമ്മൾ റഷ്യന്ന് ഞാൻ 1-2 വർഷമൊക്കെ ശ്രമിച്ചിട്ടുണ്ട് റഷ്യൻസായിട്ട്. റഷ്യൻസ് ആർ ദ മോസ്റ്റ് ഡിഫിക്കൽട്ട് ടു ഡീൽ വിത്ത് ടു ഡു ബിസിനസ്. ഞാൻ ശ്രമിച്ചിട്ടുണ്ട്, ക്ലോസ് ആയിട്ട് വന്നിട്ടുണ്ട് പല ഡീൽസിലും. പക്ഷെ ഭയങ്കര ഡിഫിക്കൽട്ടാണ്. ദേ വെരി ടഫ് ടു ഡീൽ. ഈവൻ യൂറോപ്യൻ കൺട്രീസും ഇൻ എ വേ ഇറ്റ്സ് വെരി ഡിഫിക്കൽട്ട്. UK ഒഴിച്ചാൽ. യൂറോപ്പിന്റെ പ്രശ്നം എന്താന്ന് പറഞ്ഞാൽ ജർമ്മൻ ലാംഗ്വേജ് മാത്രമല്ല, ഇപ്പൊ ജർമ്മൻ ഡെവലപ്മെന്റ് ടീമിന്റെ സിസ്റ്റം അല്ലായിരിക്കും നമ്മുടെ ഫ്രഞ്ചുകാർ ഫോളോ ചെയ്യുന്നത്. മനസ്സിലായില്ല? അവരുടെ ഓരോ വർക്ക് രീതിയും എല്ലാം വ്യത്യാസമുണ്ട്. US എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് വൺ സിസ്റ്റം, ദാറ്റ്സ് ഇറ്റ്. അതിനകത്ത് വേറെ ഒന്നുമില്ല. ഈവൻ സിമ്പിൾ തിങ്. ഇപ്പം നമ്മളൊരു ഷർട്ട് അല്ലെങ്കിൽ ടെക്സ്റ്റൈൽസിന്റെ ഒരു ഫാക്ടറി ആണെന്ന് വെച്ചോ. അപ്പൊ നമുക്ക് എക്സ്പോർട്ട് ചെയ്യണം ഉടുപ്പ്. നമുക്ക് എപ്പോഴും ഇന്ത്യൻസ് എപ്പോഴും പ്രിഫർ ചെയ്യാൻ US-ലേക്ക് എക്സ്പോർട്ട് ചെയ്യാൻ ആഗ്രഹം. എന്തെന്ന് പറഞ്ഞാൽ US-ൽ സ്റ്റാൻഡേർഡ്സ് ഭയങ്കര കുറവാണ്. ബിക്കോസ് അവിടെ ഹൈ എൻഡും ഉണ്ട്, ലോ എൻഡും ഉണ്ട്. നമുക്ക് ലോ എൻഡിൽ വിറ്റാൽ മതി, വലിയ സ്റ്റാൻഡേർഡ്സ് ഒന്നും വേണ്ട. പല രീതിയിൽ നമുക്ക് സെല് ചെയ്യാം. യൂറോപ്പിൽ അങ്ങനെയല്ല. easy to do business in US than in Europe. US, exactly. യൂറോപ്പ് എന്ന് പറഞ്ഞാൽ വ്യത്യാസമാണ്. ജർമ്മനിയിൽ ഒരു സ്റ്റാൻഡേർഡ്, ഫ്രഞ്ചുകാർക്ക് വേറെ സ്റ്റാൻഡേർഡ്, ഇറ്റാലിയൻസിന് വേറെ സ്റ്റാൻഡേർഡ്. അപ്പൊ നീ ഒരു ഷർട്ട് ജർമ്മൻസിന് വിൽക്കുന്നത് പോയി ഇറ്റാലിയൻസിന്റെ അവിടെ കൊണ്ട് വിൽക്കാൻ പറ്റില്ല. അവിടെ വേറെ ഒരു സ്റ്റാൻഡേർഡ് അവർക്ക്, വേറെ ഡിസൈനും കളറും ഇതൊക്കെ. US അങ്ങനെയല്ല. ഇറ്റ് ഇസ് എ ഹ്യൂജ് മാർക്കറ്റ് വേർ യു ക്യാൻ സെൽ. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഒരിക്കലും ഇവരെ പിണക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് എപ്പോഴും പറയാൻ, നമ്മൾ US-നെ പിണക്കാതെ എപ്പോഴും ചെയ്യേണ്ടത് ഈ ഇസ്രായേലിൽ ചെയ്യുന്ന കണ്ടു പഠിക്കണം. അവന്മാരെന്ത് സോപ്പിട്ട് അവന്മാർ ചുറ്റുമുള്ളവരെ അടിക്കാനുള്ളവരെല്ലാം അടിച്ച് ട്രംപ് അവിടെ നിന്ന് നീ അടിച്ചോടാ എന്ന് പറഞ്ഞ് പറയും അല്ലേ? ആ ഒരു രീതിയാണ് നമ്മളും ചെയ്യേണ്ടത്. ബിക്കോസ് നമ്മൾ ചിന്തിക്കണം, നമ്മൾ പഴയ ചരിത്രം എടുത്തു നോക്കിയാലും പണ്ട് ബ്രിട്ടീഷുകാരായിരുന്നു ഏറ്റവും പവർഫുൾ. അവരെ പിണക്കിക്കൊണ്ട് ചെയ്യാൻ പറ്റുമോ? പറ്റത്തില്ല. അതിന്റെ മുമ്പ് ചരിത്രത്തിൽ നമ്മൾ നോക്കിയാൽ പേർഷ്യൻ എംപയർ, റോമൻ എംപയർ, ഇങ്ങനെയൊക്കെയുള്ള വലിയ എംപയർസ് ഉണ്ട്. അവരും പലയിടത്തും അവർ കളിക്കും. അവരുടെ കൂടെ നിൽക്കുന്നവർക്ക് ഗുണമുണ്ട്, അവർക്കെതിരെ നിൽക്കുന്നതെല്ലാം അടിച്ച് നിരപ്പാക്കി കളയും. അത്രേ ഉള്ളൂ. അതാണ് ഇപ്പം കറന്റ് നടക്കുന്നത്. അപ്പം പിന്നെ ഇപ്പോഴത്തെ ഒരു ട്രേഡ് ഡീലിലെ ഒരു വേറൊരു മെയിൻ പോയിന്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ അഗ്രികൾച്ചർ സെക്ടേഴ്സ് ഓപ്പൺ അപ്പ് ആക്കി കൊടുത്തു എന്നുള്ള ആക്കാൻ ചാൻസസ്. ഇത് എൻ്റെ ഒരു പേഴ്സണൽ അനാലിസിസ്, എൻ്റെ ഒരു ഗട്ട് ഫീലിംഗ് ആണ്. അഗ്രികൾച്ചറിൽ എനിക്ക് തോന്നുന്നത് ചിലപ്പം ഇന്ത്യൻ ഗവൺമെന്റ്
പണി കൊടുക്കുന്നതാണോ എന്നൊരു സംശയമുണ്ട്. എനിക്ക് ഓർമ്മയുണ്ടോ, കുറച്ച് വർഷം മുമ്പ് ഈ ഫാമേഴ്സിന്റെ ഒരു ബില്ല് പാസ്സാക്കാൻ നോക്കി ഗവൺമെന്റ് ആകെപ്പാടെ മുട്ടുകുത്തിയ ഒറ്റ ഒരു പ്രൊട്ടസ്റ്റ് ആണ് അത്, ആ ഒരു ഫാമേഴ്സ്. വേറെ അതിനു മുമ്പ് CA നടന്നിട്ടുണ്ട്, പല പ്രൊട്ടസ്റ്റ് നീ കണ്ടിട്ടില്ലേ? എവിടെയെങ്കിലും ഗവൺമെന്റ് മുട്ടുകുത്തിയിട്ടുണ്ടോ? ബട്ട് ഓൺലി ടു ദ ഫാർമേഴ്സ്. അപ്പം ഇത് എൻ്റെ ഒരു എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ ആണ്, എൻ്റെ ഒരു ഗട്ട് ഫീലിംഗ് ആണ്. എനിക്ക് തോന്നുന്നു അമർക്കിട്ട് തിരിച്ച് പണി കൊടുക്കാനുള്ള ഗവൺമെന്റ് ഒരു പണി കൊണ്ടുവരുന്നുണ്ട്. അപ്പം കേട്ടിടത്തോളം ഡിഫൻസ്, അഗ്രികൾച്ചർ, IT, ഇതെല്ലാം മാനുഫാക്ചറിങ് ഒക്കെ ഓപ്പൺ ആവും. അതായത് നമ്മുടെ ഇപ്പൊ ഹാർലി ഡേവിഡ്സനൊക്കെ പല അമേരിക്കൻ പ്രോഡക്ട്സ്, കൺസ്യൂമർ പ്രോഡക്ട്സ് എല്ലാം ചീപ്പായിട്ട് കിട്ടുമെന്നാണ് പറയുന്നത്. ഇപ്പൊ ഈ യൂറോപ്യൻ ഡീൽ പോലെ നടന്നതിനകത്ത് ഇപ്പൊ ഒരുപാട് യൂറോപ്യൻ ആൽക്കഹോൾ ഓൾറെഡി വരാൻ തുടങ്ങിയെന്ന് കേട്ടു. എസ്പെഷ്യലി ഇൻ ഡൽഹി ഞാൻ കേട്ടത്, ഗുഡ്ഗാവ് ആ ഭാഗത്തൊക്കെ ആൽക്കഹോളിന്റെ ഒക്കെ മെയിൻ ഹബ്ബാണ്. അവിടെയൊക്കെ യൂറോപ്യൻ ആൽക്കഹോളൊക്കെ ചീപ്പറായിട്ട് വരാൻ തുടങ്ങിയെന്ന് കേൾക്കുന്നു. ഇത് എത്രമാത്രം സത്യമാണെന്നും എനിക്ക് പറയാൻ പറ്റും. ഇതെന്തെന്ന് പറഞ്ഞാൽ ആരും ഇത് എന്താ പറയാ വലിയ ബോൾഡായിട്ടോ അല്ലെങ്കിൽ വലിയ കാര്യത്തിൽ പറയത്തില്ല. എൻഡ് ഓഫ് ദ ഡേ നമ്മുടെ അർബൻ ക്ലാസ് കുപ്പി വേണോ സാധനമാണോ എല്ലാവർക്കും ഫോറിൻ വേണം, ഒറിജിനൽ പ്യുവർ. അതെ. ഇപ്പൊ ഒരു ഹാർലി ഡേവിഡ്സൺ ഉണ്ട്, എടാ എൻഫീൽഡ് അവിടെ ഉണ്ട്, രണ്ടും വലിയ പ്രൈസ് വ്യത്യാസമില്ല. നീ പോയി ഹാർലി ഡേവിഡ്സൺ വാങ്ങത്തില്ലേ? അതുകൊണ്ട് എൻഫീൽഡ് ബാഡ് എന്നല്ല, പക്ഷെ നമ്മുടെ മനസ്സിൽ ആ ഇമേജ്, ദാറ്റ് എഞ്ചിനീയറിങ്, ആ ഒരു ക്വാളിറ്റി, അത് നമ്മുടെ മനസ്സിൽ കിടപ്പുണ്ട്. അതിപ്പം ഒരു BMW കിടക്കുവാണെങ്കിലും വേറെ ഒരു ബ്രാൻഡ് കിടക്കും, നമ്മൾ പൈസ ഉണ്ടെങ്കിൽ നമ്മൾ BMW പോകും. നമ്മൾ ഈ ജാപ്പനീസ് ബ്രാൻഡിന് പോകുന്നുണ്ട്, നമ്മൾ മെയിൻ്റനൻസ് കോസ്റ്റ് അങ്ങനെ ഒരു മിഡിൽ ക്ലാസ് ആളുകൾക്ക്. പക്ഷെ യു ലുക്ക് അറ്റ് ഓൾ ദി റിച്ച്, ദേ വിൽ നോട്ട് ഗോ ഫോർ ജാപ്പനീസ് കാർസ്. ഹാർലി ഡേവിഡ്സൺ എനിക്ക് നേരത്തെ 100% ടാക്സ് ആയിരുന്നു തോന്നുന്നു, അതാണ് അവരോട് ഓടിപ്പോയത്. എനിക്കൊരു ഫീലിംഗ് ഉണ്ട്, അത് ഒന്നീ ചിലപ്പോൾ കോട്ട സിസ്റ്റത്തിൽ ചിലപ്പം കുറച്ചായിട്ട് ഇറക്കിയിട്ട് ലാസ്റ്റിൽ അത് ഫുള്ളി ഇതാവും. പെട്ടെന്ന് ഇതിങ്ങനെ ഒറ്റടിക്ക് ഗവൺമെന്റ് ചെയ്യാൻ പറ്റില്ല. ഇപ്പം അതാണ് ഈ നെഗോസിയേഷൻ നടക്കുന്നത്. എന്തെന്ന് പറഞ്ഞാൽ മോഡി ഗവൺമെന്റ് ഭയങ്കര ഒരു അടിയാവും ഇത്. അല്ല, പലതും അങ്ങനെ ഒരു കോട്ട സിസ്റ്റത്തിൽ ചെയ്യുന്നുണ്ട് ടാക്സ്. ഒരു 10 years കൊണ്ട് ഇത്ര %. പിന്നെ ഇതിപ്പോ ഒരു ഡീൽ സൈൻ ചെയ്യുന്നേ ഉള്ളൂ. ഇത് എപ്പോ വേണോ ഇത് മാറ്റാമല്ലോ. അടുത്ത ഒരു ഗവൺമെന്റ് വരുമ്പോ വേണമെങ്കിൽ അവർക്ക് പറയാം പൊതുവേ ഡീൽസ് ഇപ്പം ഇന്ത്യ US 10 years ഡിഫൻസ് ഡീൽ ഓൾറെഡി സൈൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ ആ ഡീലിനകത്തുള്ള പല കണ്ടീഷൻസ് ഉണ്ട്. ഇതൊന്നും പുറത്ത് ആരും ഇതിനെപ്പറ്റി വായിക്കാനോ തിരക്കാനോ ഒന്നും പോകത്തില്ല. നമ്മൾ ഇനി US മിലിറ്ററി സാധനങ്ങളെ വാങ്ങത്തുള്ളൂ. അതാണ് പുട്ടിന് വന്നിട്ട് പോയപ്പോ തന്നെ നമ്മൾ സൂക്കോയ് 57 ഡീല് നടന്നില്ല. ആകെപ്പാടെ 2 ഡിഫൻസ് ഡീൽ നടന്ന T-90 ടാങ്ക്സിന്റെയും പിന്നെ നമ്മുടെ സൂക്കോയ് 30 സ്പെയർ പാർട്സ്, അത് ഇപ്പോഴും റഷ്യ എന്നാണ് വരുന്നത്. അതിനുള്ള ഫാക്ടറി സെറ്റ് ചെയ്യാനുള്ള അഗ്രിമെന്റ് ആയിട്ടുണ്ട്. അതിന് എല്ലാം ആകുമോ ഇല്ലയോ ഒന്നും അറിയാൻ പറ്റത്തില്ല. സോ ഇന്ത്യ ഒരു വല്ലാത്തൊരു സിറ്റുവേഷൻ ആയിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു, എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ, എനിക്ക് തോന്നുന്നു ആ ചൈനയിൽ പോയിട്ട് ആ ഷീനെ പോയി കൈ കൊടുത്ത് പുട്ടിന്റെ കൂടെ ഇങ്ങനെ കുറച്ച് ആ ഷോ കാണിച്ചതൊക്കെ ഇത്തിരി ഓവർ ഒരു ബ്ലണ്ടർ ആയോ എന്നൊരു സംശയമുണ്ട്. ബ്ലണ്ടർ അല്ല, അതുകൊണ്ടല്ലേ അവരിങ്ങോട്ട് നമ്മളടുത്തോട്ട് വരുന്നത് അല്ലേ? എൻഡ് ഓഫ് ദ ഡേ അവിടെ പോയി ഷോ കാണിക്കുമ്പം അവിടെ പ്രസിഡന്റിന് തോന്നുന്നു ഇവർ അങ്ങോട്ട് അടുക്കണം, അപ്പം നമുക്ക് തിരിച്ചു പിടിക്കണം. അല്ല, തിരിച്ചു പിടിക്കണം എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഇന്ത്യയെ കൊണ്ട് എന്താണ് ഗുണം? നീ പറ, ജസ്റ്റ് ഫ്യൂ പോയിന്റ്സ് പറ. അമേരിക്കക്ക് ഇന്ത്യ കൊണ്ട് only thing is I think the manpower. IT ഇന്ത്യയുടെ ഒരു സ്ട്രെങ്ത് ആണ്, ശരിയാണ്. പക്ഷെ മനസ്സിലാക്കേണ്ടത് അടുത്ത വേറെ കൺട്രീസും ഓപ്ഷൻസ് ഉണ്ട്. IT മാത്രമല്ല, ഞാൻ പറഞ്ഞ ഈ റിസർച്ചേഴ്സ്, ഡോക്ടേഴ്സ്. ഞാൻ ഒരു എക്സാമ്പിൾ എടുക്കുന്നത്, IT എടുത്തു കഴിഞ്ഞാൽ വിയറ്റ്നാം ഇസ് ഹ്യൂജ്, ഭയങ്കര പൊട്ടൻഷ്യൽ ഉണ്ട്. എനിക്ക് അറിയുന്നത് തന്നെ 1-2 പേരുണ്ട് വിയറ്റ്നാമിൽ പോയി കഴിഞ്ഞാൽ അവിടെ കമ്പനി സെറ്റ് ചെയ്ത് IT പ്രോഡക്ട്സ് ബിൽഡ് ചെയ്യുന്നുണ്ട്. ഇറ്റ് ഇസ് മോർ ചീപ്പർ ദാൻ. നൗ നമ്മുടെ വേറെ സ്ട്രെങ്ത് എന്തുവാണ്? മാനുഫാക്ചറിങ്ങിനും ഓപ്ഷൻസ് വേറെ ഉണ്ട്. വിയറ്റ്നാം ഉണ്ട്, കംബോഡിയ ഉണ്ട്, അല്ലെങ്കിൽ വേറെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. സോ ശരിക്കും പറഞ്ഞ് ഇന്ത്യയുടെ അമേരിക്കക്ക് ആവശ്യം എന്തോന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചൈനയ്ക്കെതിരെ നിൽക്കാൻ മാർക്കറ്റ് ഒന്ന്, ദാറ്റ് ഇസ് ഓഫ് കോഴ്സ് എ ഹ്യൂജ് മാർക്കറ്റ്. സെക്കൻഡ്, ചൈനയ്ക്കെതിരെ നിൽക്കാനുള്ള ഒരു വാള്, ഒരു ബഫർ പോലെയാണ്. ഗ്രേറ്റ് വാൾ ഓഫ് ചൈന. ഇന്ത്യ ഈസ് ദ ഗ്രേറ്റ് വാൾ ഓഫ് ചൈന. അപ്പൊ എനിക്ക് തോന്നുന്നു ഇതെല്ലാം കൊണ്ട് കുറെ ജിയോ പൊളിറ്റിക്കൽ കൊണ്ട് എല്ലാം കുറെ അലങ്കോലമായി. ബിക്കോസ് മോഡിയും ട്രംപ് അതുപോലെ മച്ചല്ലായിരുന്നു. ഇവർ തമ്മിൽ അങ്ങനെ ഒരിക്കലും തെറ്റാനുള്ള റീസൺ ഇല്ലായിരുന്നു.
ഉം. അല്ല, നീ നേരത്തെ പറഞ്ഞു വെച്ച പോയിന്റ് ആണെങ്കിൽ ഇപ്പൊ ഇന്ത്യ ചൈന നോക്കുകയാണെങ്കിലും ഉം. നമ്മൾ അങ്ങോട്ട് ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ അവർ ഇങ്ങോട്ട് ഡംപ് ചെയ്യുന്നുണ്ട്. റഷ്യ ആയിട്ട് നോക്കുകയാണെങ്കിലും അങ്ങനെ ചൈനയുടെ അറിയില്ല, ഓയിലാണ് നമ്മൾ മെയിൻ ആയിട്ട് നമ്മൾ പ്രൊക്യൂർ കൂടുതലും ചെയ്യുന്നത്. ഓയിലും അതെ ഡിഫൻസും പക്ഷെ ഒരുപാട് ഡ്രോപ്പ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഉം. ഒരുപാട് ഡ്രോപ്പ് നടന്നുകൊണ്ടിരിക്കുകയാണ്. റഷ്യൻ കമ്പനീസ് ഇന്ത്യയിൽ സെറ്റ് ചെയ്ത വളരെ അപൂർവം ചിലത് കുറച്ചേ ഉള്ളൂ. പക്ഷെ ചൈനീസ് മറ്റേ പിന്നെ ഉണ്ട്. എനിക്ക് തോന്നുന്നു ഇന്ത്യയിലെ ഗുജറാത്തിലെ പ്ലാന്റ് അതിനകത്ത് റഷ്യൻ ഈസ് ഹോൾഡിംഗ് ഐ തിങ്ക് ആ 49% ഓഫ് ഷെയർ. മറ്റേ ഓയിലല്ലേ, അതെ, നയാറ നേരെ നയാറ അത് നയാറന്റെ അവരാണ് ഓൺ ചെയ്യുന്നത്. കറക്റ്റ് നയാറ മെജോറിറ്റി. കുറച്ച് പ്രശ്നത്തിൽ കൂടി പോയിക്കൊണ്ടിരിക്കുകയാണ്. ഉം. ആം, നമുക്കത് കൂടുതലൊന്നും പറയാൻ പറ്റത്തില്ല. പക്ഷെ അതിന്റെ മെയിൻ്റനൻസും പലതും ഹോൾഡ് ആക്കി വെച്ചിരിക്കുന്ന പല ഇഷ്യൂസ് നടന്നുകൊണ്ടിരിക്കുക. ഇനി അതൊക്കെ ഇനി ഫ്യൂച്ചറിൽ ഈ റഷ്യൻസ് ഇവിടെ നിന്ന് എക്സിറ്റ് ചെയ്യാനുള്ള പ്ലാൻ ആണോ എനിക്കറിയത്തില്ല. നമുക്ക് കിട്ടിയിട്ടുള്ള ഇൻഫർമേഷൻ വെച്ച് എന്തൊക്കെയോ സംതിങ് ബാക്ക് എൻഡിൽ എന്തൊക്കെയോ നടക്കുന്നുണ്ട്. എക്സിറ്റ് എന്നൊക്കെ പറയുന്നു. എത്രമാത്രം സത്യമാണെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. പക്ഷെ ഒരു കമ്പനി മീൻസ് ദേ ആർ പ്രോസസിങ് ദ ഓയിൽ ഫോർ മേ ബി നോട്ട് ഓൺലി ഫോർ ഇന്ത്യ, മേ ബി ഫോർ അതർ മാർക്കറ്റ്സ്. അപ്പൊ അങ്ങനെ ഒരു Correct. കമ്പനിയെ ഓപ്പറേറ്റ് ചെയ്യാൻ പാടില്ല എന്ന് ഗവൺമെന്റിന് അങ്ങനെ ഒരു ഇനിഷ്യേറ്റീവ് കൊടുക്കാനുള്ള റൈറ്റ് ഉണ്ടോ? I don't know how it's possible. Maybe ഇപ്പൊ നമ്മൾ റഷ്യൻ ഓയിൽ മേടിക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു, ബട്ട് കമ്പനി ദാറ്റ്സ് എ കമ്പനി, ദേ ആർ ബൈയിങ് ദ ഓയിൽ ആൻഡ് പ്രോസസിങ് ആൻഡ് സെല്ലിങ് ഇറ്റ്. അപ്പൊ അവർക്ക് അങ്ങനെ ഒരു ബാൻ, അങ്ങനെ ഒരു എടാ, ചെയ്യാൻ ഇപ്പൊ മനസ്സിലായി. ഈ റഷ്യൻ കമ്പനി റോസ്നെറ്റ് എന്നുള്ള കമ്പനി എന്തുകൊണ്ട് ഇവിടെ സെറ്റ് ചെയ്തത് റിഫൈനറി റഷ്യൻ ഓയിൽ ഇവിടെ കൊണ്ടുവന്ന് ചെയ്യാനായിട്ടല്ലേ? അതെ അതെ, റഷ്യൻ ഓയിൽ വരുന്നില്ല, പിന്നെ വൈ ദേ നീഡ് ടു ഓപ്പറേറ്റ് ഓവർ ഹിയർ? അവര് റഷ്യയിൽ നിന്ന് കൊണ്ടുവരത്തില്ല, അവര് റഷ്യയിൽ നിന്ന് വേറെ സ്ഥലത്ത് കൊണ്ടുപോയിട്ട് അവിടെ നിന്ന് ഇങ്ങോട്ട് കൊണ്ടുവന്നാൽ മതിയല്ലോ. അല്ല, അവരുടെ മെയിൻ റോസ്നെറ്റ് ഒബ്ജക്റ്റീവ് ഇവിടെ സെറ്റ് ചെയ്ത ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ റഷ്യൻ ഓയിൽ ഇവിടെ പ്രോസസ് ചെയ്യുക, അത്രേ ഉള്ളൂ. ഉം. അതുകൊണ്ടാണ് അവർ സെറ്റ് അല്ല, ചെയ്തത്. അത് സി നമ്മൾ പേപ്പർ വർക്ക് ചെയ്യുമ്പോൾ അത് ഡയറക്റ്റ് റഷ്യയിൽ നിന്ന് വരണ്ട, അത് വല്ല ആഫ്രിക്കൻ കൺട്രിയിലും പോയിട്ട് അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നാൽ മതിയല്ലോ. അങ്ങനെയൊക്കെ വേണേൽ ഷാഡോ ഫ്ലീറ്റ്, കൺസൈൻമെന്റ്. അതാണ് ഷാഡോ ഫ്ലീറ്റ് എന്ന് പറയുന്നത്. അങ്ങനെ ഷാഡോ ഫ്ലീറ്റ് പരിപാടികളൊക്കെ ഉണ്ട്. പക്ഷേ ഇതിനകത്ത് വലിയ പ്രശ്നം എന്താണെന്ന് US നേവി ഭയങ്കര സ്ട്രോങ് ആണ്, യൂറോപ്യൻസും ഭയങ്കര സോളിഡ് ആണ്. ഇവരെല്ലാം ഒരുമിച്ച് പല റഷ്യൻ ഫ്ലീറ്റ്സ് ഈ കുറെ കഴിഞ്ഞ നാളുകളായിട്ട് എത്ര ഫ്ലീറ്റ് പിടിച്ചു. പക്ഷെ ഈ പ്രോസസ് ചെയ്യുന്ന ഓയിൽ നേരെ യൂറോപ്പിലോട്ട് പോകാറുണ്ടല്ലോ. അതൊരു പെർസെൻറ്റേജ് ഉണ്ട്. അതാ പറഞ്ഞു, ഇതിനകത്തെല്ലാം കുറെ ഹിപ്പോക്രസി ഉണ്ട്. കാരണം ഇത് എക്കണോമിയെ തന്നെ ഭയങ്കരമായിട്ട് അഫക്ട് ചെയ്യുമല്ലോ. ഇപ്പം ഓയിൽ ഇല്ലെങ്കിൽ ഓബിയസ്ലി ഓയിലിന്റെ പ്രൈസ് കൂടും. അതെ അതെ. ഇത് എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ ചൈനയ്ക്ക് എന്തിങ്ങനെ ഒരു പ്രശ്നം വരാത്തത് നീ ചിന്തിച്ചിട്ടുണ്ടോ? എന്തെന്ന് പറഞ്ഞാൽ ചൈനയിൽ ഒരാൾ പോയി ഒരു കോഴ്സ് പോയി US പോയി പഠിക്കാൻ പോവുകയാണെങ്കിൽ അവർ തിരിച്ച് നാട്ടിൽ വരും. എന്നിട്ട് എനിക്ക് ആ നാടിന് വേണ്ടി എന്തെങ്കിലും ചെയ്യണമെന്നാണ് ചിന്തിക്കുന്നത്. ആ നോളജ് എനിക്ക് എങ്ങനെ എന്ത് ചെയ്യാൻ പറ്റുമെന്നാണ് ചിന്തിക്കുന്നത്. ഇന്ത്യക്കാർ അങ്ങനെയല്ല. പോയി കഴിഞ്ഞാൽ പിന്നെ ടാറ്റ ബൈ ബൈ, പിന്നെ ഞാൻ വരൂല. എങ്ങനെ അള്ളിപ്പിടിച്ചെങ്കിലും അവിടെ എങ്ങനെയെങ്കിലും ഒരു ജോലി പിടിച്ചാൽ അല്ലെങ്കിൽ ആരെയും കല്യാണം കഴിച്ചോ എന്തെങ്കിലുമൊക്കെ ചെയ്താൽ അവിടെ അങ്ങ് അള്ളിപ്പിടിച്ച് വരൂല, തിരിച്ചു വരൂല. ഹൗ മെനി പീപ്പിൾ കം ബാക്ക്? വെരി ഫ്യൂ, വെരി മൈന്യൂട്ട് ആയിട്ടുള്ളത്. വന്നാലും വന്നിട്ട് അവര് പിന്നെ തിരിച്ച് ബാഡ് എക്സ്പീരിയൻസ് ആയിരിക്കും അവർക്ക്. ഇവിടുത്തെ മീൻസ് അവിടുത്തെ ഇൻഫ്രാസ്ട്രക്ചറൊക്കെ എക്സ്പീരിയൻസ് ചെയ്ത ആള് ഇവിടുത്തെ സിസ്റ്റം ഒന്ന് കാണുമ്പോൾ നമുക്ക് മടുത്തു പോകും. നമ്മൾ ഇവിടെ ഇങ്ങനെ ഇതിൽ പോകുന്നോണ്ട് നമുക്ക് തോന്നുന്നില്ല. അതായത് ഇപ്പൊ നമ്മൾ എന്താ പറയുക, ഒരു ചോക്ലേറ്റ് നമ്മൾ കഴിക്കുമ്പോൾ സാധാരണ ഒരു വില കുറഞ്ഞൊരു ചോക്ലേറ്റ് കഴിച്ചിട്ട് നമ്മൾ പെട്ടെന്ന് നല്ലൊരു സ്വിസ് ചോക്ലേറ്റോ ബെൽജിയൻ ചോക്ലേറ്റ് കഴിക്കുമ്പോൾ നമ്മൾ അപ്പോഴായിരിക്കും ചിന്തിക്കുക അതാണ് ചോക്ലേറ്റ്. പിന്നെ നമ്മൾ മറ്റേ ആ സാധാരണ കടയിൽ പോയി വാങ്ങുന്ന ലോക്കൽ സാധനം നമ്മൾ വാങ്ങൂല. മനസ്സിലായില്ലേ? നമുക്ക് ഭയങ്കര ഫ്രസ്ട്രേഷൻ വരും. സോ അതാണ് എനിക്കൊന്ന് ആ ഇന്ത്യൻസിന്റെ വ്യത്യാസം. പിന്നെ നമ്മുടെ ഒരുപാട് നമ്മുടെ ഇക്കോസിസ്റ്റം ഉണ്ട്, നമ്മുടെ എഡ്യൂക്കേഷൻ ഇക്കോസിസ്റ്റം ഒക്കെ ഭയങ്കര ബാക്ക്വേർഡാണ്. നമ്മൾ ഒരുപാട് ജസ്റ്റ് തിങ്ക് ടോപ്പ് 100 യൂണിവേഴ്സിറ്റീസിനകത്ത് പോലും നമ്മുടെ ഒരു യൂണിവേഴ്സിറ്റി പോലും ലിസ്റ്റിലില്ല. എനിക്കൊന്ന് ടോപ്പ് 300 400 എങ്ങാണ്ടാണ് നമ്മൾ വന്നിരിക്കുന്നത്. ടോപ്പ് 100 പോലും നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷൻ ഇല്ല. പക്ഷെ ചൈനയുടെ പല ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്, പല യൂണിവേഴ്സിറ്റീസ് ഉണ്ട് ടോപ്പ് 100. ബിക്കോസ് ദേ ആർ സോ ഫാർ ഹെഡ്. അവർ ഒരുപാട് അതിനകത്ത് പൈസ മുടക്കി അപ്ഗ്രേഡ് ചെയ്തുകൊണ്ടിരിക്കും. അവർ കുറെ കൂടെ അംബീഷ്യസ് ആണ്. നമ്മൾ അംബീഷ്യസ് ആണ്. അംബീഷ്യസ് മാത്രമല്ല, അവർ രാജ്യത്തിനോട് അവർക്ക് ഭയങ്കര ആത്മാർത്ഥത, കുറച്ചും കൂടി ഒരു സ്നേഹമുണ്ട്. നമ്മുടെ ഇവിടെ അങ്ങനെയല്ല. നമ്മുടെ ഇവിടെ ഇന്ത്യ എന്ന് പറഞ്ഞൊരു വലിയ പ്രൈഡ് ഇല്ല. എല്ലാം അങ്ങോട്ട് തമിഴിന് എന്തോന്ന് കന്നഡക്കാരനെ കണ്ടുകൂടാ, തമ്മിലടി, മതത്തിന്റെ പേരിൽ, ജാതിന്റെ പേരിൽ നമ്മളെല്ലാം അങ്ങോട്ട് കാര്യത്തിൽ വരുമ്പോ ഉണ്ടല്ലോ ഒന്നുമില്ല.
സോ അൾട്ടിമേറ്റ്ലി ഇത് പറ്റുന്ന ഇന്ത്യക്ക് തന്നെ ബാഡായിട്ട് വരും. എനിക്ക് തോന്നുന്നത് ഈ US ഇന്ത്യ ഡീല് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയനിൽ ഇന്ത്യക്ക് അത് ബാഡായിട്ട് വരും. പക്ഷെ ഗവൺമെന്റ് ഇത് വേറെ രീതിയിൽ സ്പിൻ ചെയ്യും. അതായത് ഇത് ഗവൺമെന്റ് നാണക്കേടായിട്ടേ വരത്തുള്ളൂ. അപ്പൊ എന്ത് ചെയ്യും ഗവൺമെന്റ്? പൊതുവെ ഏത് ഗവൺമെന്റ് ചെയ്യാൻ പോകുന്നത്? ദേ വിൽ ഡൈവേർട്ട് ദ പീപ്പിൾസ് മൈൻഡ്. സം ഇഷ്യൂ വരുവാടാ, സംതിങ് വിൽ കം, നമ്മൾ പിന്നെ അതിന്റെ പുറകെ ഓടും. നമ്മൾ തന്നെ നമ്മുടെ ലോക്കൽ ന്യൂസ് തന്നെ നോക്കാം. കുറച്ചാളെ രാഹുൽ മാങ്കൂട്ടത്തിലായിരുന്നു, രാഹുൽ ഈശ്വർ വന്നു, പിന്നെ അത് കഴിഞ്ഞ് പിന്നെ നമ്മളിപ്പോ എന്റെ ദീപകിന്റെ ഇഷ്യൂ വന്നു. ഇപ്പൊ ആരെങ്കിലും ദീപകിന്റെ ഇഷ്യൂ സംസാരിക്കുന്നുണ്ടോ? ഇല്ല. ഇപ്പൊ എല്ലാരും ഇപ്പൊ മറ്റേ പുതിയ ഇത് വേറെ വിഷയത്തിന്റെ പുറകെ ഓട്ടം. അത് എല്ലാ വീക്കും പല പല ഇഷ്യൂസ് വരും, അതിന്റെ പുറകെ എല്ലാവരും ഓടും. അതേ ഉള്ളൂ. എല്ലാവരുടെ മൈൻഡ് വളരെ ഷോർട്ട് മെമ്മറി നമുക്ക് എല്ലാവർക്കും ഉള്ളത്. എന്തെങ്കിലും വല്ല ബംഗ്ലാദേശിന്റെ പ്രശ്നം എന്തെങ്കിലുമൊക്കെ വന്ന് നമ്മൾ അതിന്റെ പുറകെ പോകും. സോ ലെറ്റ്സ് സീ. നമുക്കിപ്പം അൾട്ടിമേറ്റ്ലി നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല. എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്യുന്നത് ട്രംപ് ഒരു മണ്ടനല്ല. അത് പലരും മനസ്സിലാക്കാത്ത ഒരു കാര്യമാണ്. എല്ലാവരും കളിയാക്കും ട്രംപ് മണ്ടനാണ്. ഹീ ഈസ് എ വെരി ഗുഡ് ബിസിനസ് മാൻ. പുള്ളി കളിക്കും, മറ്റേ കൈ കൊണ്ട് തടവും, ഒരു കൈ കൊണ്ട് തടവും, മറ്റേ കൈ കൊണ്ട് അടിയും തരും. അത് മനസ്സിലാക്കേണ്ടെന്ന് പറഞ്ഞാൽ നമ്മള് അത് സായിപ്പിനെ കാണുമ്പോ ഈ കവാത്ത് മറക്കുന്ന പരിപാടി നിർത്തുക. അതെ. ഇത് ട്രംപ് ജയിച്ചു വന്നപ്പം സ്വയരൻ സെറമണി കഴിഞ്ഞിട്ട് പ്രസിഡന്റ് ആയതിനു ശേഷം ഫസ്റ്റ് പോയി കാണാൻ പോയ ലീഡർ എന്ന് പറഞ്ഞാൽ നമ്മുടെ നെതന്യാഹു ആയിരുന്നു, ഇസ്രായേലിന്റെ പ്രൈം മിനിസ്റ്റർ. സെക്കൻഡ് ആരായിരുന്നു അറിയോ? നമ്മുടെ മോഡി വാസ് എ സെക്കൻഡ് ഗ്ലോബൽ ലീഡർ ടു ഗോ ആൻഡ് സീ ഹിം. അത്ര ഒരു മച്ചായിട്ട് ഇരുന്ന ഒരു പെട്ടെന്ന് ഒരു ഇത് വന്ന് ആകെപ്പാടെ കുളമായി. നമ്മുടെ പല H1B വിസസ് ക്യാൻസൽ ചെയ്യാൻ പറ്റും. ഈ 2 weeks മുമ്പ് വരെ ടെക്സസിൽ ഫുൾ ഇന്ത്യൻസിനുള്ള വിസസ് സ്റ്റോപ്പ് ചെയ്തു. ടെക്സസ് സ്റ്റേറ്റ് നോ സ്റ്റുഡന്റ് വിസാസ്. ഇതെല്ലാം ബാക്ക്ഗ്രൗണ്ട് വർക്ക് ആണല്ലേ? ഉള്ളി ബാക്ക്ഗ്രൗണ്ടിൽ എല്ലാം വർക്ക് ചെയ്തിട്ടാണ് അവസാനം ഡീലിന് വരുന്നത്. എക്സാക്ട്ലി. എടാ ഇപ്പം എനിക്ക് തന്നെ B1 B2 വിസ ഉണ്ട് US-ന്റെ. അപ്പം എനിക്ക് അന്ന് വിസ അപ്ലൈ ചെയ്തപ്പോൾ എനിക്ക് ഓർമ്മയുണ്ട്, എനിക്ക് വിത്തിൻ അധികമൊന്നും ഇല്ല, ഒരു 2-3 ക്വസ്റ്റ്യൻ ചോദിച്ചു. വളരെ സിമ്പിൾ ആയിട്ടുള്ള പ്രോസസ്സായിരുന്നു. പെട്ടെന്ന് ഓക്കെ യു ക്യാൻ the visa has been approved, you will get it tomorrow, it will be sent to your address എന്ന് തീർന്നു. വളരെ സിമ്പിൾ ആയിരുന്നു. ഇപ്പം ഞാനിപ്പോൾ എൻ്റെ വിസ സ്റ്റിൽ ടൈം ഉണ്ട്, കുറേ ഇയേഴ്സും കൂടി ഉണ്ട്. പക്ഷേ ഇപ്പോഴെനിക്കിപ്പോൾ അത് റിന്യൂ ചെയ്യാൻ പോവുകയാണെങ്കിൽ 1.5 years ഞാൻ വെയിറ്റ് ചെയ്യണം. സോ മീ ആസ് എ ബിസിനസ് മാൻ, എനിക്ക് US-ൽ ഒരു ബിസിനസ്സിന് പോകണമെങ്കിൽ ഇപ്പം എനിക്ക് 6 months കൂടി ഉള്ളൂ എന്ന് വെച്ചോ വിസ, ഞാൻ എന്ത് ചെയ്യും? അപ്പൊ എനിക്ക് പൊതുവെ എന്ത് വരും, ഈ തമ്മിലുള്ള അടി കാരണം ഞാൻ കിടന്ന് പെട്ടു, എനിക്ക് ട്രാവൽ ചെയ്യാൻ പറ്റത്തില്ല. ഇങ്ങനെ പലർക്കും ഫ്രസ്ട്രേഷൻ വരുന്നുണ്ട്. പിന്നെ മറ്റേ അദാനിന്റെ SEC-ൽ നടന്ന ഇപ്പം ഒരു ഇൻവെസ്റ്റിഗേഷൻ റീഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം പലയിടത്തുനിന്ന് പ്രഷർ വരും. അദാനിക്കൊക്കെ തൊട്ട് കഴിഞ്ഞാൽ അദാനി അടങ്ങിയിരിക്കുവോ? ഇതെല്ലാം പ്രഷർ ടാക്ടിക്സ് ആണ്. അമേരിക്കൻസ് ആർ വെരി ഗുഡ് ഇൻ ദാറ്റ്. പ്രശ്നം എന്താന്ന് പറഞ്ഞാൽ വി ആർ സ്റ്റിൽ ഡിപ്പെൻഡന്റ് ഓൺ ദം. നമുക്ക് നമ്മുടെ ബിസിനസ് ചെയ്തെങ്കിലും അവരെ വേണം. കുറെ സൈഡിൽ നിന്ന് ഇങ്ങനെ പ്രഷർ ബിൽഡപ്പ് ചെയ്തിട്ട് അവസാനം ഡീലിലെത്തി. അതെ. ഇപ്പൊ നമുക്ക് ഇപ്പൊ അവര് പറയും വെനിസ്വേല ഓയിൽ ഞങ്ങൾ തരാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നോ എന്ന് പറയാൻ പറ്റുമോ? വെനിസ്വേല ഓയിൽ റിഫൈൻ ചെയ്യാൻ ആപ്പയുടെ കഴിവുള്ള ഷെവ്രോണും റിലയൻസേ ഉള്ളൂ. അപ്പം വെനസ്വേലയിൽ ആ ആക്ഷൻ നടന്നത് ഇവിടെ ഇന്ത്യക്കാരെല്ലാം ചീത്ത വിളിച്ചാലും നാളെ അത് നമുക്ക് ഗുണമായിട്ടേ വരത്തുള്ളൂ. അവർ വേറെ കൗണ്ടർ തരുവാണ്, നിങ്ങൾ ഞങ്ങളുടെ കൂടെ നിൽക്ക്. ഇനി എൻ്റെ ഒരു പ്രഡിക്ഷനാണ്, ഇത് ഇനി അങ്ങോട്ട് പോയി ഇനി സംഭവിക്കാൻ പോകുന്നത് ഇന്ത്യ ബ്രിക്സ് എന്ന് എക്സിറ്റ് ചെയ്യും. അല്ല, അത് ഇതിന്റെ ബാക്കിൽ ഒരു സ്ട്രാറ്റജിയാണ് ഉണ്ട്. അത് ഓൾറെഡി എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാസ്റ്റ് ഇയർ തൊട്ട് റഷ്യ, ചൈന, പാകിസ്ഥാനെ കൊണ്ടുവരണമെന്നും പറഞ്ഞ് പ്രഷർ ചെയ്യുന്നുണ്ട് ഇന്ത്യയുടെ അടുത്ത്. ഇന്ത്യ നോ എന്ന് പറഞ്ഞ് ഇപ്പം 2026 ചൈന പുഷ് ചെയ്ത് കയറ്റും എന്നുള്ളതാണ് പറയുന്നത്. അപ്പൊ ഇന്ത്യ എക്സിറ്റ് അടിക്കും. ബിക്കോസ് ബ്രിക്സിന്റെ ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ എക്കണോമിക്കും എല്ലാം പലതും ഉണ്ട്, ഡിഫൻസും എല്ലാം ഫ്യൂച്ചറിലുണ്ട്. പക്ഷെ ഫസ്റ്റ് സ്റ്റെപ്പ് ഇസ് എക്കണോമിക്. അവർ സ്വന്തമായിട്ട് ഒരു കറൻസി എന്ന് പറഞ്ഞ പ്ലാൻ വന്നു കഴിഞ്ഞാൽ ഇന്ത്യ ഒരിക്കലും അതിനകത്ത് പാട്ടാവാൻ പറ്റത്തില്ല. ബിക്കോസ് പാകിസ്ഥാനായിട്ട് നമ്മൾ എങ്ങനെ കറൻസി ഷെയർ ചെയ്യുന്നത്? അത് നോ വേ, നടക്കത്തില്ല. പിന്നെ ബ്രിക്സിനകത്ത് ചൈനയാണ് ഡോമിനേറ്റിംഗ്. നമ്മൾ ചൈനക്കാർ പറയുന്നത് കേട്ടോണ്ടിരിക്കണം. അത് നമുക്ക് പറ്റത്തില്ല. നമ്മൾ അമേരിക്കൻസിന്റെ അടുത്ത് യെസ് പറഞ്ഞാലും നമ്മൾ ചൈനക്കാരത്ത് പോയി നമ്മൾ യെസ് പറയാൻ പോകത്തില്ല. ബിക്കോസ് നമുക്ക് വി ഹാവ് എ ബാഡ് ഹിസ്റ്ററി. മനസ്സിലായില്ല? സോ എനിക്ക് തോന്നുന്ന എൻ്റെ ഒരു പ്രഡിക്ഷൻ, ബ്രിക്സ് ഒരു 1 or 2 years കൊണ്ട് ഇന്ത്യ ഔട്ട് ആവും. അതിന് കൗണ്ടറായിട്ട്
ഇന്ത്യ കൂടുതലും വെസ്റ്റേൺ കൺട്രീസ് ആയിട്ട് കൂടുതൽ അടുക്കും. ഉം. ആൻഡ് മേ ബി G7 ഒരു 8th മെമ്പറായിട്ട് പെർമനന്റ് മെമ്പറായിട്ട് കയറി G8 ഒരു ഗ്രൂപ്പ് ഫോം ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. ഇറ്റ് വിൽ ബി ബെനിഫിഷ്യൽ ഫോർ ഇന്ത്യ ഓൺ ദ ലോങ് റൺ. അതിപ്പോൾ നീ ഇപ്പോൾ US ഡീലിന് മുമ്പുള്ള യൂറോപ്യൻ ഡീൽ എടുത്ത് നോക്കിയാലും സെയിം തിങ് ആണ്. 20 years നമ്മൾ സൈൻ ചെയ്ത ഡീൽ നമ്മൾ എന്തുകൊണ്ട് ഇപ്പോൾ സൈൻ ചെയ്തു? ഉം. ഇറ്റ്സ് ഓൾ പ്രഷർ ടാക്ടിക്സ്. നമുക്ക് എന്തെന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരുപാട് പോപ്പുലേഷൻ ഉണ്ട്. നമ്മുടെ പിള്ളേർ പാസ് ഔട്ട് ചെയ്ത് വരുന്നു. എവിടെ ജോലി കിട്ടും? ഇന്ത്യയിൽ അത്രയൊക്കെ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്, പക്ഷെ എത്ര പേരാണ് അപ്ലൈ ചെയ്യുന്നത്? സോ വി നീഡ് ടു ഓഫ്സെറ്റ് സം പീപ്പിൾ. അത് യൂറോപ്പിലും US ഒക്കെ റിക്വയർമെന്റ്സ് ഉണ്ട്. വി നീഡ് ദറ്റ് ഓഫ്സെറ്റ്. നമുക്കത് ചെയ്തേ പറ്റൂ. നമുക്ക് വേറെ ഓപ്ഷൻ ഇല്ല. പക്ഷെ നമുക്ക് വേറൊരു സ്ട്രാറ്റജി എടുക്കാറുണ്ട്. നമുക്ക് സ്റ്റേൺ ആയിട്ട് നിന്നാലും അവരും സ്റ്റേൺ ആയിട്ട് നിന്നാൽ അറിയാലോ, നമ്മുടെ ജെൻസി പിള്ളേർ നമ്മുടെ ജനറേഷൻ പോലെ അല്ല. കയറി റിയാക്ട് ചെയ്യുന്ന ഒരു ഗ്രൂപ്പാണ്. സോഷ്യൽ മീഡിയ ഇസ് വെരി ഡേഞ്ചറസ്. അത് അവർ തന്നെ കൺട്രോൾ ചെയ്തോളൂ. അവിടെ നിന്ന് ഫേസ്ബുക്കും യൂട്യൂബും ഒക്കെ ആവശ്യമുള്ള സാധനങ്ങൾ അവർക്ക് കൊടുത്തോളൂ. സോ ഐ തിങ്ക് ലെറ്റ് സി. നമുക്ക് ഈ US ഇന്ത്യ ഡീൽ കൊണ്ട് എന്ത് സംഭവിക്കുന്നു നമുക്ക് വെയിറ്റ് ചെയ്ത് നോക്കാം എന്താവും എന്നുള്ളത്. ഐ ഹോപ്പ് ഇറ്റ് വിൽ ബി എ വിൻ വിൻ ഫോർ ബോത്ത് സൈഡ്സ്. കുറച്ചൊക്കെ നമ്മൾ സാക്രിഫൈസ് ചെയ്യേണ്ടി വരും. ചിലപ്പോൾ അതൊക്കെ ഒരു നല്ലതെന്ന് വേണമെങ്കിൽ ഓൺ ദ ലോങ് റൺ നല്ലതെന്ന് വേണേൽ പറയാം. ചിലർ അതിന് സമയത്ത് പറയുന്നുണ്ട് ഇതൊരു ഈസ്റ്റ് ഇന്ത്യ കമ്പനിയായിട്ട് ഡീൽ ചെയ്ത പോലെ പഴയ കാലത്തേക്ക് നമ്മൾ പോവാണ് എന്ന് പറഞ്ഞാൽ പല രണ്ട് വശമുണ്ട്. സോ കാലമേ ഇത് തെളിയിക്കാൻ പറ്റത്തുള്ളൂ ഇതെന്താണ് ആവാൻ പോകുന്നതെന്ന് പറഞ്ഞു. പക്ഷേ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇന്ത്യക്ക് വേറെ ഓപ്ഷൻ ഇല്ല. നമ്മുടെ മാൻ പവർ വേർ വിൽ ദേ ഗോ? ചൈനയിൽ പോകാൻ പറ്റത്തില്ല, റഷ്യയിൽ പോകാൻ പറ്റത്തില്ല. വെസ്റ്റ് ഇസ് ദ ഓൺലി ഓപ്ഷൻ ഫോർ us. അപ്പം ഐ ഹോപ്പ് ദറ്റ് ദിസ് വിൽ ടേൺ ഔട്ട് ഗുഡ്. എനിക്ക് തോന്നുന്നു ഗവൺമെന്റ് ആ പ്രാക്ടിക്കാലിറ്റി നോക്കിയായിരിക്കും ചെയ്യുന്നത്. സോ നമുക്ക് കണ്ടറിയാം എങ്ങനെയാണെന്നുള്ളത്. ഓക്കെ, സോ ഹോപ്പ് ഫോർ ദ ബെസ്റ്റ്. എക്സാക്ട്ലി. സോ എല്ലാവരുടെയും നിങ്ങളുടെ കമന്റ്സ്, നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക. ഇപ്പം നിങ്ങൾ പറയുന്നത് ഇപ്പോൾ US സപ്പോർട്ട് ഇന്ത്യ സപ്പോർട്ട് എന്നല്ല, നമ്മളൊരു ന്യൂട്രൽ സ്റ്റാൻഡ് എടുക്കാൻ നോക്കുന്നത്. പക്ഷെ നാച്ചുറൽ നമ്മളൊരു സൈഡ് പിടിച്ച് പോവും. എല്ലാവരും അങ്ങനെയാണ്. ആരും ഇന്ത്യ നശിക്കണമെന്നല്ല വിചാരിക്കുന്നത്. ഇന്ത്യ നശിക്കണമെന്ന് ആഗ്രഹം ഒന്നുമല്ല. പക്ഷെ അവിടെ എല്ലാവരും പ്രാക്ടിക്കലായിട്ടുള്ള ലൈഫിലേക്ക് പോകുമ്പം ആരും രാജ്യസ്നേഹമൊന്നും നോക്കത്തില്ല, ജീവിക്കാനുള്ള വഴി നോക്കും. സോ ലെറ്റ്സ് വെയിറ്റ് ആൻഡ് സീ വാട്ട് വിൽ ഹാപ്പൻ.